ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നേരം ഏകദേശം പുലർക്കാലമാവാൻ ഇരിക്കുകയാണ്. പള്ളിയുടെ ചരിത്രത്തിൽ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഉറക്കൊഴിഞ്ഞുകൊണ്ട് ദിവസങ്ങളോളം ആളുകൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ദുആഇന് വേണ്ടി കാത്തിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, 1000 നീറുന്ന പ്രശ്നങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ, പ്രയാസങ്ങൾ നിവർത്തിച്ചു കിട്ടുവാനും ആഗ്രഹങ്ങളുടെ സാഫല്യത്തിനും വേണ്ടി ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അടുത്ത ഒരു വർഷം വരെ കാത്തു നിൽക്കുന്ന ആ വലിയ കാത്തിരിപ്പിന്റെ സാഫല്യമടയുകയാണ് ഈ പ്രഭാതത്തിലെ പ്രാർത്ഥനയോടുകൂടി. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് വളരെ വലിയ പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥനയ്ക്ക് ഇത്ര വലിയ പ്രത്യേകതയുണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ മറ്റൊരു കാരണം, ഇവിടെ ബഹുമാനപ്പെട്ട മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരായ വലിയ ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ഉമ്മച്ചിയുടെയും ബഹുമാനപ്പെട്ട സയ്യിദ് ശുഹദാ മാഹിൻ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഈ ഉറൂസിന്റെ വേളയിൽ അവരെ കൂടാതെ ധാരാളം അർവാഹുകളുടെ സാന്നിധ്യം ഉണ്ട് ഇവിടെ. അതോടൊപ്പം തന്നെ ധാരാളം സ്വാലിഹീങ്ങളുടെ സാന്നിധ്യം ഉണ്ട്. ഈ മഹനീയമായ ഈ സമിധത്തിൽ ഒരുപാട് സ്വാലിഹീങ്ങളുടെ, സുദ്ദീഖീങ്ങളുടെ, ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നവരുടെ സാന്നിധ്യമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മുഅ്മിനീങ്ങളെ, മഹാന്മാരെ മഹബത്ത് വെച്ച്, ഇഷ്ടം വെച്ച്, അവരെ പ്രിയം വെച്ച്, അവരുടെ വഴിയെ സഞ്ചരിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബിന്റെ സന്തോഷം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിച്ച ധാരാളം മനുഷ്യരുടെ ഒരു വലിയ സഞ്ചയമാണ് നമ്മളിവിടെ കാണുന്നത്. വിവിധ ദർഗകളിലൂടെ, മഹാന്മാരുടെ പുരത്വം, അവരുടെ മദതും അവരുടെ ഫൈദും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട്, അവരുടെ തൃപ്തിയും ഇഷ്ടവും ആഗ്രഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ആയിരക്കണക്കിന് സ്വാലിഹീങ്ങളുടെ ഒരു സാന്നിധ്യം ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ആയിരങ്ങളുടെ നാവുകൾ കൊണ്ട് ഓതിത്തീർത്ത പരിശുദ്ധമായ യാസീന്റെയും മറ്റു സൂറത്തുകളുടെയും ദിക്റുകളുടെയും ദുആകളുടെയും തസ്ബീഹുകളുടെയും തഹ്ലീലുകളുടെയും തഹ്മീദുകളുടെയും തക്ബീറുകളുടെയും സ്വലവാത്തുകളുടെയും സലാമുകളുടെയും മനാഖിബുകളുടെയും ഒക്കെ ഒരു വലിയ സാന്നിധ്യം ഇവിടെയുണ്ട്. ഇവിടെ ഇന്ന് അലിഞ്ഞിറങ്ങുന്ന ആയിരക്കണക്കിന് സ്വാലിഹീങ്ങളുടെ, മലായികത്തീങ്ങളുടെ, അർവാഹീങ്ങളുടെ സാന്നിധ്യം. അതാണ് സുന്നത്ത് ജമാഅത്ത് നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇവിടെ ചെയ്യുന്ന ഈ ദുആ അതിന് വലിയ പ്രാധാന്യമുണ്ട്, വലിയ മഹത്വമുണ്ട് എന്ന് ഞാൻ എല്ലാവരെയും അറിയുന്ന കാര്യമാണെങ്കിൽ കൂടി ഒരിക്കൽ കൂടെ സൂചിപ്പിക്കുകയാണ്. എന്താണ് ഔലിയാക്കന്മാരുടെ കൂടെ സഞ്ചരിക്കുമ്പോ, അവരുടെ കൂടെ യാത്ര ചെയ്യുമ്പോ, നമ്മുടെ ആരും ഒരു ഔലിയ ആയിരുന്നില്ല എന്നിട്ട് പോലും, അല്ലെങ്കിൽ നമ്മൾ വലിയ ഒരു സ്വാലിഹായിരുന്നില്ല എന്നിട്ട് പോലും, അല്ലെങ്കിൽ അവരുടെ ജീവിതമൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ സാധിച്ചിട്ടില്ല എന്നിരുന്നാൽ പോലും എന്തുകൊണ്ട് ഇത്തരം സാന്നിധ്യങ്ങൾ അർത്ഥവത്താകുന്നു, അകക്കാമുള്ളതാകുന്നു, എന്തുകൊണ്ട് ഇത്തരം സാന്നിധ്യങ്ങൾ വിലമതിക്കപ്പെടുന്നു എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഞാനൊരൊറ്റ ഉദാഹരണം, ആയത്തുകളോ ഹദീസുകളോ ഒന്നും തന്നെ പറയാതെ, ചൊല്ലാതെ, എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ, എല്ലാവർക്കും തെரியപ്പെടുന്ന രൂപത്തിൽ, അവധാനതയുള്ള ചിന്തിക്കുന്ന മനുഷ്യന്, വിശ്വാസിക്ക് ബോധ്യമാകുന്ന രൂപത്തിൽ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന ആയിരക്കണക്കിന് ആളുകൾ, ഇത് ഇവിടെ മുസ്ലിമെന്നോ അല്ലെങ്കിൽ അമുസ്ലിമെന്നോ വ്യത്യാസമില്ലാത്ത ഒരു വലിയ മഹാജനസഞ്ചയത്തിന്റെ സാന്നിധ്യമാണ് ഇവിടെയുള്ളത്. എന്ന് പറഞ്ഞാൽ ലോകം ഇന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു മതസൗഹാർദ്ദത്തിന്റെ, സ്നേഹത്തിന്റെ, മഹാവിസ്മയത്തിന്റെ, ഒരു വലിയ ജനപങ്കാളിത്തത്തിന്റെ മനോഹരമായ കാഴ്ച കൂടിയാണ് ഇത്. അതുകൊണ്ട് ലോകത്ത് സമാധാനം നിലനിർത്തുന്നതിൽ, മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ, മതങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ രാജ്യവും ലോകവും ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യ സ്നേഹത്തിന്റെ, മാനവികതയുടെ ഒരു മഹാമുഖമാണ് ഈ കാണുന്ന സദസ്സ് എന്നുകൂടെ ഞാൻ പറയാൻ ഇവിടെ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഞാൻ ഉദാഹരണത്തിലേക്ക് കിടക്കുകയാണ്. വളരെ കാലം മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള ഒരു വീഡിയോ, നിങ്ങളുടെ അതിന്റെ ഒരു ദൃശ്യാവിഷ്കാരത്തിന്റെ ഒരു സംസാരം, ഒരു സംസാര ഭാഷ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഞാൻ യൂട്യൂബിലൂടെ കണ്ട ഒരു വീഡിയോ ആണ്. നമുക്കറിയാം, ലോകത്ത് ഒരുപാട് പണ്ഡിതന്മാർ കടന്നുപോയിട്ടുണ്ട്. സമീപകാലത്ത് ഇവിടെ പറഞ്ഞ വലിയ മഹാനായിരുന്നു, ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ അംബാസഡർ എന്നറിയപ്പെട്ടിരുന്ന ബഹുമാനപ്പെട്ട അലി മിയാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അബുൽ ഹസൻ
അലി നദ്വി സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂടകളിലേക്ക് എറിയപ്പെട്ട സ്വാതന്ത്ര്യ സമരത്തിന്റെ മനോഹരമായ ചരിത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ പിതാക്കന്മാരുടെ പേരുകളും വേരുകളും നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് മാത്രമല്ല, ഇസ്ലാമികമായ ദർശനത്തെ കുറിച്ച് ആഴത്തിലുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രവാചകന്മാരുടെ മനോഹരമായ കൽപ്പാകങ്ങൾ പൂണ്ട ചരിത്രഭൂമിയെയും ചരിത്രങ്ങളെയും ശേഖരിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. അറബി സാഹിത്യത്തിലും അറബി കർമ്മശാസ്ത്രത്തിലും അറബി ഫിലോസഫിയിലും ഒക്കെ വലിയ ജ്ഞാനമുണ്ടായിരുന്ന പണ്ഡിതൻ. ഇന്നും ആളുകൾ ലോകം അദ്ദേഹത്തെ ഓർക്കുകയും വലിയ യൂണിവേഴ്സിറ്റികളിൽ, അലീഗർ അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിൽ, ലോകത്തുള്ള വിവിധ യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഭാഷ പഠിക്കാനും ഇസ്ലാം പഠിക്കാനും തസവൂഫ് പഠിക്കാനും ദീന് പഠിക്കാനും ഒക്കെ ഉപയോഗപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ കാലം എത്രയാണ് അദ്ദേഹത്തെ ആദരിച്ചിട്ടുള്ളത്. അത്ര വലിയ ഒരു മഹാപണ്ഡിതൻ. ആ പണ്ഡിതന്റെ ഒരു മനോഹരമായ കാഴ്ച ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആ വീഡിയോ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. അതായത് സൗദിയിലെ GCCയിലെ ഒരു വലിയ മതപണ്ഡിത സംഗമം നടക്കുകയാണ്. ലോകത്തുള്ള പ്രഗത്ഭമതികളായ പണ്ഡിതന്മാരെ ആദരിക്കുന്ന ഒരു വലിയ സദസ്സാണ്. ആ സദസ്സിലേക്ക് പുകൾപെറ്റ ലോകം കണ്ടിട്ടുള്ള ആയിരക്കണക്കിന് പണ്ഡിതന്മാർ ഇങ്ങനെ കടന്നു വരുന്ന മനോഹരമായ ഒരു ദൃശ്യം. അതാ ഇന്ത്യയിൽ നിന്ന് ഏഷ്യയിൽ നിന്ന് ഇന്ത്യ അഭിമുഖീകരിച്ചു കൊണ്ടുവരുന്നു അബുൽ ഹസൻ അലി നദ്വി നബറുല്ലാഹു ബർക്കതഹു വനഫഅനാ ബിഹി ഫിദ്ദാരി യാ റബ്ബൽ ആലമീൻ. അദ്ദേഹം ഇങ്ങനെ വരുമ്പോ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് രാജപരിവാരങ്ങൾ, അവിടുത്തെ ഗവൺമെന്റ് എല്ലാവിധ ആർഭാടങ്ങളോടുകൂടി എല്ലാവിധ സംവിധാനങ്ങളോടുകൂടി ഒരു ഭരണകൂടത്തിന്റെ സർവ്വവിധ പ്രോട്ടോകോളുകളും പരിപാലിച്ചുകൊണ്ട് മനോഹരമായ ഒരു സ്വീകരണം അവിടെ അവർ ഒരുക്കുകയാണ്. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പച്ചപ്പരവതാനി വിരിച്ചുകൊണ്ട് ആയിരങ്ങളുടെ മഹാന്മാരായ മനുഷ്യരുടെ അകമ്പടി പട്ടാളത്തിന്റെ പോലീസ് ചിട്ടയിൽ മനോഹരമായി അദ്ദേഹം ഇങ്ങനെ സ്വീകരിക്കുകയാണ്. അദ്ദേഹം സ്വീകരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പിന്നിൽ, അദ്ദേഹത്തിന്റെ തൊട്ട് പുറകിൽ അല്പം വിട്ട് ഒരു മനുഷ്യൻ, ഒരു ചെറിയ കുറുകിയ മനുഷ്യൻ, ഒരു കറുത്ത മനുഷ്യൻ അദ്ദേഹം ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ആളുകൾ അബുൽ ഹസൻ അലി നദ്വിയെ വളരെ ആകാംക്ഷഭരിതനായി അഭിമാനപൂർവ്വം ആ മഹാപണ്ഡിതന്റെ വരവ് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ലോകം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ അബുൽ ഹസൻ അലി നദ്വിയുടെ പിന്നിലൂടെ വരുന്ന ഈ മനുഷ്യൻ ആരാണെന്ന് ആളുകൾ ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ആളുകൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നു, ഭരണാധികാരികൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നു, പോലീസുകാർ അദ്ദേഹത്തിന് വഴിയൊരുക്കുന്നു. കൂടുതലിന്റെ ലോകത്തെ മഹാപണ്ഡിതന്മാരും അദ്ദേഹത്തിന് കൈ കൊടുക്കുന്നു, അദ്ദേഹത്തെ ഹസ്തദാനം ചെയ്യുന്നു, അദ്ദേഹത്തെയും ചുംബിക്കുന്നു. ആരാണ് അദ്ദേഹം? അദ്ദേഹത്തിന്റെ പേരുകൾ എവിടെയും കാണുന്നില്ല. അവിടെ മനോഹരമായി അവിടെ വരുന്ന സർവ്വ പണ്ഡിതന്മാരെയും ഓരോ നാടിനെയും അഭിമുഖീകരിച്ചുകൊണ്ട് പ്രാതിനിധ്യം വഹിക്കാൻ വരുന്ന പണ്ഡിതന്മാരുടെ പേരുകൾ കൃത്യമായി അവിടെ സൈറ്റിൽ കാണാം. പക്ഷേ ഈ മനുഷ്യന്റെ പേര് കാണാനില്ല. അബുൽ ഹസൻ അലി നദ്വി എന്ന മഹാനായ പണ്ഡിതന്റെ സൂഫിയുടെ വിലായത്തിന്റെ പദവിയുണ്ടെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തന്ന ആ പണ്ഡിതന്റെ പിന്നിൽ അദ്ദേഹം ഇങ്ങനെ നടന്നു വരികയാണ്. അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് വളരെ മനോഹരമായ സ്വീകരണം അദ്ദേഹം ഏറ്റുവാങ്ങുന്നു. അവസാനം അവർ രാജാവിന്റെ സർവ്വവിധായും വിഭൂഷിതരായ രാജാവിന്റെ സർവ്വ അംഗീകാരങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹത്തെ ഹോട്ടലിലേക്ക് നയിക്കുകയാണ്. അബുൽ ഹസൻ അലി നദ്വിയുടെ മനോഹരമായ ഹോട്ടലിന്റെ താമസിക്കുന്ന ഹോട്ടൽ മുറിയുടെ തൊട്ടടുത്ത് മറ്റൊരു ഹോട്ടൽ മുറി, അതേ സംവിധാനമുള്ള അതേ സൗകര്യമുള്ള ഒരു ഹോട്ടൽ മുറി. അവിടേക്ക് പോലീസുകാർ മനോഹരമായ അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയി വളരെ ജാഗ്രതയോടെ ആ മുറിയിലേക്ക് അടക്കുകയാണ്. പിറ്റേ ദിവസം സമ്മേളനം നടക്കുമ്പോ ആ മഹാപണ്ഡിതന്റെ തൊട്ടടുത്ത് ഒരു കൊച്ചു കസേരയിൽ അദ്ദേഹം ഇങ്ങനെ നിശബ്ദനായി ഇരിക്കുകയാണ്. ആരെയും ശ്രദ്ധിക്കാതെ ആരെയും കൂസാതെ എന്തോ ചിന്തയിൽ മുഴുകി ഈ കൊച്ചു മനുഷ്യൻ ഇരിക്കുകയാണ്. ആരാണെന്ന് ആർക്കും അറിയില്ല, അദ്ദേഹത്തിന്റെ പേരറിയില്ല, ഊരറിയില്ല, അഡ്രസ് അറിയില്ല, മേൽവിലാസം അറിയില്ല, ഇതൊന്നും അറിയില്ല. പക്ഷേ എല്ലാം കഴിഞ്ഞ് പണ്ഡിത സമ്മേളനം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി നദ്വിക്ക് ഉപഹാരങ്ങളും പൊക്കങ്ങളും ഒക്കെ സമ്മാനിച്ച് ആ മഹാസമ്മേളനം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു രംഗമുണ്ട്. തിരിച്ചു പോകുമ്പോഴും ഇങ്ങനെ തന്നെ സർവ്വവിധ വിഭൂഷിതരായ രാജാധികാരത്തിന്റെ സർവ്വപ്രൗഢിയോടെയും അംഗീകാരത്തോടുകൂടെയും അദ്ദേഹത്തെ ഫ്ലൈറ്റിലേക്ക് ആനയിക്കുകയാണ്. ടേക്ക് ഓഫ് ചെയ്ത ഫ്ലൈറ്റിലേക്ക് അദ്ദേഹം കയറുകയും പിന്നീട് ഫ്ലൈറ്റ് കയറി പോവുകയും ചെയ്യുന്നു. അപ്പോൾ എന്റെ മനസ്സിൽ ഒരു ചോദ്യം, ആരായിരിക്കും അത്? ആരാണത്? ആരാണ്? മൻഹുവ? ആ മനുഷ്യനാരാണ്? ആ മനുഷ്യനാരാണ്? ആർക്കും അറിയില്ല. ആ യൂട്യൂബിൽ ആ വീഡിയോ കണ്ട ആളുകൾ താഴെ ടൈപ്പ് ചെയ്തിരിക്കുന്നു, ആരാണ് ആ മനുഷ്യനെന്ന്.
ആ മനുഷ്യരാരാണെന്ന് പഠിക്കുമ്പോഴാണ് അറിവില്ലാത്ത, വിജ്ഞാനമില്ലാത്ത, തഖ്വ കുറഞ്ഞുപോയ, ഇഖ്ലാസ് കുറഞ്ഞുപോയ, ഈമാൻ കുറഞ്ഞുപോയ, ഭയഭക്തി കുറഞ്ഞുപോയ, വലിയ പാണ്ഡിത്യത്തിന്റെ നിറകുടമല്ലാത്ത, വിജ്ഞാന വിസ്മയത്തിന്റെ മനോഹരമായ ലോകങ്ങൾ കീഴടക്കാത്ത ഒരു സാധു മനുഷ്യന്റെ ഈ അംഗീകാരം കാണുമ്പോഴാണ് നമ്മൾ ഈ വരുന്നതും ഈ ദർഗാ ശരീഫിലിരിക്കുന്നതും ഈ മഹാന്മാരുടെ സാന്നിധ്യത്തിൽ ഇരിക്കുന്നതിന്റെയും ഒക്കെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുക. ആരാണ് അയാൾ? അബുൽ ഹസൻ അലി നദ്വിയുടെ വാതിൽ തുറന്നു കൊടുക്കുന്ന, അയാൾ കിടക്കിടക്ക് അദ്ദേഹത്തിന് കട്ടൻ ചായ വെച്ചു കൊടുക്കുന്ന, അദ്ദേഹത്തിന്റെ ചെരുപ്പെടുത്തു കൊടുക്കുന്ന, അദ്ദേഹത്തിന്റെ ഡ്രസ് ആങ്കറിൽ തൂക്കുന്ന, അദ്ദേഹത്തിന് അലാറം വെച്ച് സുബഹി നിസ്കരിക്കാൻ വേണ്ടി കൃത്യമായി പ്രായാധിക്യത്തിൽ വിഷമിക്കുന്ന മനുഷ്യന് അദ്ദേഹത്തെ പൂർണ്ണനായി എല്ലാ സമയവും അദ്ദേഹത്തിന് ഖിദ്മത്ത് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഒരു ഖാദിമാണ്. പ്രിയപ്പെട്ടവർ, അദ്ദേഹത്തിന്റെ ഒരു ഖാദിമാണ്, ഒരു സെർവന്റ്. വിദ്യാഭ്യാസമില്ല അദ്ദേഹത്തിന്, സ്കൂൾ വിദ്യാഭ്യാസമില്ല, മതവിദ്യാഭ്യാസമില്ല, വലിയ സൂഫിയുടെ വിശാലമായ മാരിഫത്തിന്റെ ലോകങ്ങളിലേക്ക് അദ്ദേഹം കടന്നു ചെന്നിട്ടില്ല. പക്ഷേ ആ മനുഷ്യന് കിട്ടുന്ന ആദരവ് അബുൽ ഹസൻ അലി നദ്വിയോടുകൂടെ അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ആദരവ്, ബഹുമാനപ്പെട്ട മഹാപണ്ഡിതന് ഖിദ്മത്ത് ചെയ്ത കൂടെ നടന്നു എന്നതുകൊണ്ട് ദുനിയാവിലെ ഒരു വലിയ ഗണഗംഭീരമായ സ്വീകരണം സാധാരണക്കാരനായ ഒരു മനുഷ്യന് കിട്ടിയെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമ്മൾ ചിന്തിക്കേണ്ടത് ബഹുമാനപ്പെട്ട ബീവി ഉമ്മച്ചായെ സ്നേഹിച്ചുകൊണ്ട് യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഉറക്കൊഴിഞ്ഞ് ഇവിടെ നിൽക്കുമ്പോൾ, ബഹുമാനപ്പെട്ട ഇവിടെ നമുക്ക് ദുആക്ക് വേണ്ടി എത്തിയ ബഹുമാനായ മുത്തുക്കോയത്തങ്ങളുടെ സമീപത്ത് നിൽക്കുമ്പോൾ അല്ലാഹു നമുക്ക് നൽകുന്ന പ്രതിഫലം എത്രയായിരിക്കും? അല്ലാഹു നൽകുന്ന പ്രത്യേകത എത്രയായിരിക്കും? കേവലം അദ്ദേഹത്തിന്റെ ജീവിത മാർഗം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരു വലിയ മനുഷ്യന്റെ പിന്നാലെ സഞ്ചരിച്ച് അദ്ദേഹത്തിന് കട്ടൻ ചായയും അദ്ദേഹത്തിന് ഇസ്തിരി ഇട്ട് കൊടുക്കുകയും ചെരുപ്പ് തേച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന് രാജ്യത്തെ ഏറ്റവും വലിയ ഭരണാധികാരത്തിന്റെ ഭരണാധികാരികൾ അവിടുത്തെ ചെങ്കോലും കിരീടവും താഴെ വെച്ചുകൊണ്ട് നമസ്കരിക്കുന്നുവെങ്കിൽ, ബഹുമാനിക്കുന്നുവെങ്കിൽ, ബഹുമാനപ്പെട്ട ഔലിയാക്കന്മാർ, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട സ്വാലിഹീങ്ങളുടെ പിന്നാലെ നമ്മൾ ഈ ഉറക്കൊഴിഞ്ഞ് അല്ലാഹു അക്ബർ എന്ന ബദറിന്റെ ഉഹദിന്റെ തക്ബീർ ധ്വനികൾ മുഴക്കി നമ്മൾ സഞ്ചരിക്കുമ്പോൾ, ഇങ്ങനെ ഇവിടെ കൂടി നിൽക്കുമ്പോൾ, ഇങ്ങനെ ചുറ്റുമായി കൂടിക്കുമ്പോൾ, അവരെ മഹബത്ത് വെക്കുമ്പോൾ നമുക്ക് ബോധമില്ലാൻ പോകുന്നത് എന്താ? കേവലം ദുനിയാവിൽ കിട്ടുന്നത് നമ്മൾ കണ്ടു. ഒരു സ്ലീപ്പർ, ഒരു സെർവന്റിനെ ദുനിയാവിൽ ഇത്ര പ്രതിഫലം അല്ലാഹു കൊടുക്കുമെങ്കിൽ, ഇത്ര സ്ഥാനമാനങ്ങൾ കൊടുക്കുമെങ്കിൽ, മഹാന്മാരെ സ്നേഹിക്കുമ്പോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, എനിക്ക് കിട്ടാൻ പോകുന്നത് എത്ര വലിയ മഹത്വമാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ പറഞ്ഞത്, നിങ്ങളാവണം സ്വാദിക്കാവണമെന്നല്ല, നിങ്ങൾ ഔലിയാവണമെന്നല്ല, നിങ്ങൾ സൂഫിയാവണമെന്നല്ല, നിങ്ങൾ പണ്ഡിതനാവണമെന്നല്ല. എല്ലാവർക്കും അത് അസാധ്യമാണ്. കഠിനമായ പ്രയത്നത്തിന്റെ കഷ്ടപ്പാടിന്റെ ലോകമാണ്. നിങ്ങൾക്ക് അവരൊന്നും ആവാൻ കഴിഞ്ഞേക്കില്ല. മനസ്വാദിക്കും എന്ന് പറഞ്ഞാൽ കൂടെ, അവരുടെ കൂടെ ഒപ്പം ഒന്ന് നിന്ന് കൊടുത്താൽ അത് നിങ്ങൾ അങ്ങനെ നിൽക്കണമേ എന്ന് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അല്ലാഹു പഠിപ്പിക്കുകയാണ് അവരുടെ കൂടെ നിൽക്കാൻ. അതുകൊണ്ട് പരാവാരം പോലെ പരന്നു കിടക്കുന്ന ചരിത്രഭൂമിയുടെ വിമാപള്ളിയുടെ ഉപകാരക്കാരിൽ ശ്രമിച്ചു കൂടിയ സഹോദരിമാരെ, സഹോദരങ്ങളെ, ഈ കൂടെ നിൽക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ സത്യവാചകത്തെ അന്വർത്ഥമാക്കുന്നതായി നമുക്ക് മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അഭിനന്ദനായ നമ്മുടെ പാപ്പയെ വളരെ സ്നേഹത്തോടെ ആദരവോടെ വിമാപള്ളി മുസ്ലിം ജമാഅത്തിന് വേണ്ടി ബഹുമാനായ പ്രസിഡന്റിന്റെയും ബഹുമാനപ്പെട്ട ജൈനി സെക്രട്ടറിയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ, മുൻ ഭരണാധികാരികളുടെ സാന്നിധ്യത്തിൽ, നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ, പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ, വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിൽ മഹാന്മാരുടെ മഹബത്ത് വെച്ച ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ടവരുടെ പൊരുത്തം കിട്ടുന്നതിനും മദത് കിട്ടുന്നതിനും പ്രയാസങ്ങൾ നീങ്ങി കിട്ടുന്നതിനും വേണ്ടി
ബഹുമാനപ്പെട്ട ആദരവോടും ക്ഷണിക്കുന്നു. വാഹു ദേവജി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുബാറക്കായ മജ്ലിസിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ അനുഗ്രഹപൂരിതമായ സുഖത്തിൽ നമ്മയും ബന്ധപ്പെട്ടവരൊക്കെ അല്ലാഹു ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ട് പുറത്ത് മാപ്പാക്കി തരട്ടെ. ജീവിതം ഖൈറാകുന്ന കാലം ഇസ്സത്തോടെ റാഹത്തോടെ അഭിമാനത്തോടെ സന്തോഷത്തോടെ അല്ലാഹുവിൻ്റെ റിളയിലായി ജീവിക്കാനും മരണം ഖൈറാകുമ്പോൾ കാമിലായ ഈമാനോടുകൂടി മരണപ്പെടാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയ ഈ ബീവി ഉമ്മയുടെയും മാഹിൻ അബൂബക്കർ മഹാനവറുകളുടെയൊക്കെ ഹഖ്ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു റബ്ബിൽ നിന്ന് നമുക്ക് എല്ലാ കാവലും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതേപോലെ തന്നെ നിയ്യത്ത് ചെയ്തുകൊണ്ടൊക്കെ ദുആയിൽ പങ്കെടുക്കണമെന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടെയാണ് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും സഹോദരങ്ങളും സഹോദരിമാരും അതേപോലെ തന്നെ വിവിധ മതങ്ങളിലുള്ള ആളുകളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു റബ്ബിൽ നമ്മുടെ ഈ മജ്ലിസ് കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ദിവസങ്ങളോളമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഉറൂസിൻ്റെ ഈ സമാപന ദുആ അൽഹംദുലില്ലാഹ് നേരത്തെ തങ്ങളവറുകൾ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് മഹാന്മാരുടെ അർവാഹുകൾ സാക്ഷ്യം കുറിക്കുന്ന ഈ പ്രഭാത സമയത്തോടടുക്കുന്ന സമയത്തുള്ള ഈ പ്രാർത്ഥന അതൊരു വല്ലാത്ത സമയമാണ്, വല്ലാത്തൊരു സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജാബത്തുള്ള ദുആക്ക് പ്രതിഫലം ലഭിക്കപ്പെടുന്ന ഉത്തരം ലഭിക്കപ്പെടുന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോ ദിവസവും 5 വഖത്ത് നിസ്കാരത്തിലും 17 തവണ നിർബന്ധമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സൂറത്താണ്, ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്താണ് ഫാത്തിഹ. ആ ഫാത്തിഹയിൽ സുപ്രധാനമായ ദുആ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഈ ഒരു ദുആ നമ്മൾ ദുആ ചെയ്യണം, നിർബന്ധമാണ്. ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലും കൂട്ടമായി നിസ്കരിക്കുകയാണെങ്കിലും ഈ പ്രാർത്ഥന നിർവഹിക്കാതെ നമുക്ക് സാധ്യമല്ലല്ലോ. അങ്ങനെ മസ്ബൂക്കല്ലാത്ത സമയത്ത് മുഴുവനും അത് നിർബന്ധമായി നിർവഹിക്കപ്പെടേണ്ട ഈ പ്രാർത്ഥനയിൽ നമ്മൾ എന്താ പറയുന്നത്? അല്ലാഹുവിനോട്, അല്ലാഹുവേ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, യഥാർത്ഥമായ മാർഗ്ഗത്തിലേക്ക് എന്നെ ഞങ്ങൾ നീ ചേർക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നീ നിഅമത്ത് ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞവർ, ആ നിഅമത്ത് ചെയ്യപ്പെട്ടവർ ആരൊക്കെയാണ്? അല്ലാഹുവിന്റെ മഹാന്മാർ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർ, അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കിയവർ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ അതിൽപ്പെട്ടവരാണ്, അല്ലാഹുവിന്റെ മഹാന്മാർ അതിൽപ്പെട്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ദുനിയവിയും മുഖറവിയുമായ നേട്ടത്തിന് കാരണമാകുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു സംഗതിയാണ് മഹാന്മാരോടുള്ള ഈ ബന്ധം നമ്മൾ നിലനിർത്തുക എന്നുള്ളത്. നമുക്കറിയാം, ഒരുപാട് ദൂരദിക്കിൽ നിന്നാണ് ആളുകൾ വന്നുകൊണ്ട് ഇവിടെ കാത്തു നിൽക്കുന്നത്. ഈ മഹദിയുടെയും ഈ മഹാന്റെയും സമീപത്തിവിടെ അന്തി ഉറങ്ങുന്നോ, ഇവിടെ താമസിക്കുന്നോ, ഇവിടെ സിയാറത്ത് ചെയ്യുന്നു, വിശിഷ്യ ഈ ഉറൂസിന്റെ മഹാമഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സമയത്തുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. ഇവിടെ ഒരുമിച്ച് കൂടിയവർക്കൊക്കെ പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ കൂട്ടമായ
പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ നീട്ടി ദുആ ചെയ്താൽ, ഈ മഹാന്മാരുടെ സമീപത്ത് വെച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹ് അതിന് ഇജാബത്ത് ലഭിക്കുമെന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആയിരക്കണക്കിന് ആളുകളാണ് ആമീൻ പറയുന്നത്. ഒരുപാട് അമലുകളാണ് നമ്മൾ നിർവഹിച്ചത്. പരിശുദ്ധമായ യാസീൻ സൂറത്തുകൾ ഓതിയിട്ടുണ്ട്, ഖത്മുകൾ പാരായണം ചെയ്തിട്ടുണ്ട്, അദ്കാറുകൾ നമ്മൾ ചൊല്ലിയിട്ടുണ്ട്. ദിവസങ്ങളോളമായി ഇവിടുത്തെ ഉറൂസുമായി ബന്ധപ്പെട്ട് വിവിധ മജ്‌ലിസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ് അതൊക്കെ മുൻനിർത്തിയിട്ട് പല ദുആകൾ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ആ ദുആകളും ആ മജ്‌ലിസുകളൊക്കെ മുൻനിർത്തിയിട്ട് നമ്മൾ ഒന്നുകൂടെ ദുആ ചെയ്യുകയാണ്. ഇതിന്റെ സമാപന ദുആ എന്നുള്ള രൂപത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. വിഷമിക്കുന്ന എത്ര ആളുകളാണ്. ഇവിടെ മാത്രമല്ലല്ലോ, ലോകത്തിന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതേപോലെ തന്നെ പ്രയാസപ്പെടുന്നവർ, ജീവൻ നിലനിർത്താൻ പോലും പ്രയാസപ്പെടുന്ന എത്ര ആളുകളാണ്. കുഞ്ഞു മക്കള് പോലും പിടഞ്ഞു വലിക്കുന്ന വാർത്തകൾ നമ്മൾ കാണുകയാണ്. അതേപോലെ തന്നെ മതമോ മതമില്ലാത്തവനോ മതമുള്ളവനോ ഒന്നുമല്ലാത്ത മനുഷ്യന്റെ പ്രശ്നങ്ങളുമായി പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എത്ര പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വിഷമങ്ങൾ. അല്ലാഹുവേ, എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലാഹ്. മാനുഷികമായ മൂല്യങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ടുള്ള ജീവിതം അത് നിലനിർത്താൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യനായി കണ്ടുകൊണ്ട് പ്രത്യേകമായ മാറ്റങ്ങളില്ലാതെ സഹായിക്കുകയും സഹകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായ ആ അന്തരീക്ഷം നമ്മുടെ കാരണവന്മാർ, നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നതാണ്. അൽഹംദുലില്ലാഹ് അത് നിലനിർത്താൻ നമുക്കൊക്കെ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള സൗഹാർദ്ദമായി ജീവിക്കുന്ന രാജ്യത്ത്, അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ, വിശിഷ്യ നമ്മുടെ ഈ നാടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും ആ രൂപത്തിൽ നിലനിർത്തി തരട്ടെ. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വളരെ സുപ്രധാനമായി സൂക്ഷ്മതയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ വേണ്ടിയുള്ള വല്ലാത്ത പ്രത്യേകമായ നിർദ്ദേശം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുകയാണ്. എന്താ സൂക്ഷ്മത? തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ പറയുമ്പോൾ ആ തഖ്വയെ മഹാന്മാർ വിശദീകരിച്ചപ്പോൾ ആ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് മുസൽമാൻ മുന്നോട്ട് പോകുമ്പോൾ അവർ ഒരുപാട് കടമകളും കടപ്പാടുകളുമായി കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഹഖ് അനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അല്പം ദിക്റുകളും സ്വലാത്തുകളും ഇസ്തിഗ്ഫാറുകളും ചൊല്ലി നമ്മൾ കൂട്ടമായി ദുആ ചെയ്യുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കടലിൽ പോകുന്ന ആളുകളായി ഇവിടെയുള്ള കൂടുതൽ ആളുകൾ, അതേപോലെ തന്നെ വിവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി പല രൂപത്തിലും പല ദൂരദിക്കിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ, പല പ്രശ്നങ്ങളുണ്ട്. സ്വദേശത്തും വിദേശത്തൊക്കെയുള്ള ഒരുപാട് ആളുകൾ, അവരൊക്കെ അഭിമുഖീകരിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ജയിലിൽ കിടക്കുന്ന ആളുകൾ, അനർഹമായ രൂപത്തിലുള്ള പല പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ പല പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോകുന്നവർ, കടക്കണികളിൽപ്പെട്ടവർ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അല്ലാഹുവേ, എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലാഹ്. ഈ ജമാഅത്തിന് നേതൃത്വം നൽകുന്ന പുതിയ ഭരണസമിതിയും പഴയ ഭരണസമിതിയും അടക്കമുള്ള ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ നേതൃത്വം നൽകിയവരും, അതേപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ഇതിനു വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന എല്ലാ ഭാരവാഹികളും, കമ്മിറ്റി ഭാരവാഹികളടക്കം ജമാഅത്തിന്റെ അഖിലുകാരിൽ, അതേപോലെ തന്നെ ഉത്തരവാദപ്പെട്ടവർ, അങ്ങനെ ഓരോ ആളുകളും എടുത്തു പറഞ്ഞാൽ ദീർഘമാകുന്നവരാണ്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ഖൈർ പ്രദാനം ചെയ്യണേ റഹ്മാനേ. നിന്റെ പൊരുത്തത്തിലായി ഒറ്റക്കെട്ടായി ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ മജ്ലിസ് ഖബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ജദ്ദിദു ഈമാനക്കും വനബ്ബിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്.
لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبعث إن شاء الله الله سبحانه وتعالى ذكر ഒരുപാട് തവണ ചെല്ലാനുള്ള വലിയ ഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഈ ദിക്ർ ചൊല്ലി നമ്മുടെ ഖൽബ് നന്നാക്കാനും ജീവിതം നന്നാക്കാനും അവസാനം ഈ ദിക്ർ ചൊല്ലി മരിക്കാനും നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാക്കിരീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, ഒരുപാട് ദിക്റുകൾ ചൊല്ലാനും അതിന്റെ മധുരം നുകരാനും അതിന്റെ മധുരമനുസരിച്ചുകൊണ്ട് ജീവിതം നയിക്കാനും ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണം. ഈ മജ്‌ലിസിൽ ഒത്തുകൂടിയ ഞങ്ങളുടെ മുറാദുകൾ ഹലാലായിട്ടൊക്കെ നീ പൂർത്തിയാക്കി തരണം അല്ലാഹ്. വിഷമങ്ങളൊക്കെ ദൂരീകരിക്കണേ അല്ലാഹ്. രോഗങ്ങൾക്കെല്ലാം നീ ശിഫ നൽകണേ റഹ്മാനേ. മാരക രോഗങ്ങൾ, ചെറിയ രോഗങ്ങൾ, ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾ അറിയുന്ന ഞങ്ങൾ അറിയാത്ത എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്കൊക്കെ നീ പരിഹാരം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനേ. ആദ്യ രാത്രി പിന്നിട്ട് പ്രഭാതത്തോടെടുക്കുന്ന ഈ സമയത്ത് ഈ മഹാന്മാരുടെ ഈ മഹദിയുടെയും മഹാന്റെയും സമീപത്ത് ഒരുമിച്ച് കൂടി ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ അല്ലാഹുവേ ഞങ്ങളുടെ ആമീനുകളെ നീ കബൂലാക്കണേ റഹ്മാനേ. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. വിഷമങ്ങൾ ഒട്ടനവധിയുണ്ട്. മക്കളില്ലാത്തവരുടെ സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ റഹ്മാനേ. വീടില്ലാത്തവരുടെ വീട് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അനുയോജ്യമായ രൂപത്തിലുള്ള ഇണകളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. കുടുംബജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾ പഠിപ്പിക്കുന്ന ഇൽമുകൾ നീ നാഫിആയ ഇൽമാക്കണേ അല്ലാഹ്. കച്ചവടങ്ങൾ, ബിസിനസ്സുകൾ, ഏർപ്പാടുകളൊക്കെ നീ ഖൈർ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, കടലിൽ പോകുന്ന മക്കളാണ്, ബന്ധപ്പെട്ടവരാണ് അല്ലാഹുവേ. അവരുടെ സേവനത്തിലൊക്കെ വലിയ ബറക്കത്ത് നീ പ്രദാനം ചെയ്യണേ. ഖൈർ നൽകണേ അല്ലാഹ്. കാവൽ നൽകണേ അല്ലാഹ്. യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടും കേട്ടും പരസ്പരം സഹായിച്ചും സഹകരിച്ചുമുള്ള മാനുഷികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഇവിടെ മുസൽമാനോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ വ്യത്യാസമില്ലാതെ മതമുള്ളവനും മതമില്ലാത്തവനും ഒറ്റ രൂപത്തിലായി അങ്ങോട്ടും ഇങ്ങോട്ടും മാനുഷികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിലും ആ ഒരു അന്തരീക്ഷം ഞങ്ങളുടെ നാടുകളിൽ, ഞങ്ങളുടെ പ്രദേശങ്ങളിൽ, ഞങ്ങളുടെ രാജ്യത്തൊക്കെ നീ നിലനിർത്തണേ റഹ്മാനേ. തകർക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ നീ നല്ല ബുദ്ധിയും തന്റെ ഇടവും നൽകണേ റഹ്മാനേ. അതേപോലെ തന്നെ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇവിടുത്തെ ജമാഅത്ത് ഭാരവാഹികൾ അടക്കമുള്ള ഇപ്പോഴത്തെ ഭരണസമിതി, അതേപോലെ തന്നെ കഴിഞ്ഞ കാല ഭരണസമിതി, അതേപോലെ ഇവിടെയൊക്കെ നേതൃത്വം നൽകിയ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇതിന് നേതൃത്വം നൽകിയവരും അതേപോലെ നമ്മുടെയൊക്കെ കൂട്ടുകുടുംബങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ അല്ലാഹുവിന്റെ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ ദുആയിലേക്ക് അല്പം ഇസ്തിഗ്ഫാർ ചൊല്ലി നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കാൻ ഇതിന്റെ പേരിൽ പ്രത്യേകിച്ച് ഈ മഹാന്മാരുടെ اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة تنجينا بها من جميع الأهوال والبليات تسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم بالله نبيك الكريم
الراحمين ووليك العظيم عنا الذنوب وتستر العيوب وتيسر الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وأن أهل بلدنا وبيتنا هذا السم الناقع والداء القامع والوباء القاطع إنك مجيب سامع وأن تصرف عنا الطاعون والبلاء وتعصمنا من زلزال قدرك والوباء وتجبنا من نورك من شر عدونا وشر الملعون ومن شر الوباء والطاعون اللهم لا تؤاخذنا بسوء أفعالنا ولا تدركنا بخطايانا اللهم إنا نعوذ بك من عذاب القبر وفتنته وعذاب النار اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به القدر وتنفذ به الكرب وتقضى به الحوائج وتنال به الرغائب وتسود الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم اوصل مثل ثواب ما قرأناه وما صليناه وما هللناه هذه هدية واصلة ورحمة نازلة وبركة شاملة بعد القبول منا وغلنا حرمة روح نبينا المصطفى محمد صلى الله عليه وسلم ثم إلى أرواح أهل الخير كلهم أجمعين اللهم ارفع درجاتهم في الجنة اللهم ارفع إلى أرواح من دفنوا في هذه البقعة الشريفة يا رب العالمين اللهم ارفع درجاتهم في الجنة اللهم ارفع درجاتهم في الجنة اللهم ارفع درجاتهم في الجنة اللهم بحقوقهم وبجاههم يسر عسيرنا وسهل أمورنا واقض حوائجنا وأد ديوننا واشف أمراضنا وأمراض مرضانا يا شافي الأمراض اللهم بارك لنا في جميع أمورنا خصوصا في اجتماعنا هذا يا رب العالمين اللهم إنا نعوذ بك من كل آفة وفتنة ومصيبة وفضيحة وقبيحة ومعصية يا رب العالمين اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معاصيك ومن طاعتك ما تبلغنا بها جنتك ومن اليقين ما تهون به علينا مصائب الدنيا ومتعنا بأسماعنا وأبصارنا وقواتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا آمين وقنا في ديننا ودنيانا يا رب العالمين اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما رحمن رحيم يا ملك الجبار يا جابر يا جنا يا الله يا ملك الإنسان قبولك يا الله ഞങ്ങൾ ചെറിയ ദിക്റുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങൾ ചെറിയ സ്വലാത്തുകൾ ഹബീബിന്റെ റൗളയിലേക്ക് എത്തി ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങൾ ചെറിയ ഇസ്തിഗ്ഫാറുകൾ നീ ഖബൂലാക്കണേ അല്ലാഹ് ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين إن شاء الله إن دعائي നിങ്ങളെ ഉൾപ്പെടുത്താൻ വാക്ക് തന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു വാഹു ദഅവാന الحمد لله رب العالمين بفضله صلى الله